നമസ്കാരം. വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. മാസപ്പിറവി കണ്ടു. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ നാളെ. ആഘോഷത്തിനൊരുങ്ങി വിശ്വാസികൾ. നാളെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനകൾ. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJP-യിൽ പോകുന്നത് തെറ്റെന്ന് AK ആന്റണി. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോൽക്കും. എനിക്കൊരു പാട്ട് തോക്കണം, അവിടെ കോൺഗ്രസ് ജയിക്കണം, ആന്റണി ജയിക്കണം. പിതാവിനോട് സഹതാപം എന്ന അനിൽ ആന്റണി. ഒരച്ഛനും മകൻ തോൽക്കാൻ ആഗ്രഹിക്കില്ലെന്ന് പത്മജ വേണുഗോപാൽ. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ താമരശ്ശേരി രൂപത. ചിത്രം പ്രദർശിപ്പിക്കുക KCYM യൂണിറ്റുകളിൽ. സിനിമ പ്രദർശിപ്പിക്കില്ലെന്ന് തലശ്ശേരി അതിരൂപത. കേരള സ്റ്റോറി സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള പച്ച നുണയെന്ന് മുഖ്യമന്ത്രി. കെണിയിൽ വീഴരുതെന്ന് AK ആന്റണി. പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴിയെടുത്ത് CBI. പിതാവും അമ്മാവനും CBI ക്യാമ്പിലെത്തി മൊഴി നൽകി. CBI വിശദമായി കേട്ടുവെന്നും കൊലപാതകമാണെന്ന സംശയം ആവർത്തിച്ചുവെന്നും പിതാവ് ജയപ്രകാശ്. ക്യാമ്പസിൽ തെളിവെടുപ്പുമായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് ആശ്വാസം. ചോദ്യം ചെയ്യാൻ വിളിക്കണമെന്ന ED ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ശല്യം ചെയ്യരുതെന്ന് നിർദ്ദേശം. ജനാധിപത്യത്തിന്റെ പവിത്രത കോടതി ഉയർത്തിപ്പിടിച്ചുവെന്ന് തോമസ് ഐസക്. കാസർഗോഡ് ചീമേനിയിൽ അമ്മയും 2 മക്കളും മരിച്ച നിലയിൽ. കുട്ടികൾക്ക് വിഷം നൽകി അമ്മ ജീവനൊടുക്കിയെന്ന് പോലീസ്. തൃശൂർ വേലൂരിൽ 3 മക്കളുമായി അമ്മ കിണറ്റിൽ ചാടി. 2 കുട്ടികൾ മരിച്ചു.